ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 day ട്രിപ്പ് വന്നതാണ് ഇങ്ങോട്ട്. ഒരാഴ്ച നമ്മൾ ഊട്ടിയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടവും മാത്രമേ ഉള്ളൂ കേട്ടോ. നിവിക്കുട്ടനെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഇവിടെ ഭയങ്കര ക്ലൈമറ്റ്, നല്ല തണുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് ആൾക്ക് ഒന്നാമത് പനിയാണ്. അപ്പോൾ ആളെ എടുത്തില്ല കേട്ടോ. ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ്, ഭയങ്കര ഹെയർ പിന്നൊക്കെ ഇങ്ങനെ കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഊട്ടിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഓരോ വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഊട്ടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു റിസോർട്ട്. ഒരു എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ റിസോർട്ട് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാം റിസോർട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇവിടെ എത്ര കോട്ടേജ് ഉണ്ട്? ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് കോട്ടേജുകളാണ് കേട്ടോ. ഇതിന് ഓരോ വ്യൂകളുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് നാച്ചുറൽ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണിയിൽ ചെന്ന് കഴിഞ്ഞാലാണ് ആ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടുക. ഇത് ഫുള്ള് എന്താ പറയുക, ഇങ്ങനൊരു എന്താ പറയുക, കാട് പിടിച്ചൊരു പ്രദേശം പോലെയാണ്. ഈ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് വേറൊരു റിസോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, പ്രൈവസി തരുന്നതും അതൊക്കെ ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ടേജ് കാണാം. ഇതുപോലെ ഇങ്ങനെ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓരോ റൂമിലേക്കും കയറാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് വലിയൊരു സ്പേസ് ഉണ്ട്, ഒരു സിറ്റിംഗ് ഏരിയ എന്നുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മുടെ ബെഡ് തന്നെയാണെങ്കിൽ അത്യാവശ്യം നല്ല ബെഡാണ് കേട്ടോ. ഒരു 3 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡാണ്. പിന്നെ നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ ആണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, കാരണം നല്ല തണുപ്പുണ്ട്. നമ്മളിവിടെ വന്നതേ സ്വെറ്ററൊക്കെ ഇട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. കുറച്ച് വലിയൊരു ബാൽക്കണി തന്നെയാണ്. ഒരു ടേബിളും അതുപോലെ നമ്മുടെ സോഫ സെറ്റി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ കിട്ടിയിട്ടുള്ളത്. നാച്ചുറൽ വ്യൂ ആണ്. അപ്പോൾ അത് അവരുടെ റിസോർട്ടിന്റെ വെബ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട കയറും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ മഞ്ഞ് പോലെ ആവും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ കോട കയറിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഇനി നമ്മുടെ ഡിന്നർ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്, മെനു ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ഡിന്നറൊക്കെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ സമയം 6 മണിയായി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തന്നെയാണ് ഡിന്നറും കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ കടന്നുറങ്ങും. ഇനി നെക്സ്റ്റ് നാളെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി, നാളത്തെ കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അത് കൂടുതൽ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ സമയം 6:45 അല്ലേ, വെറുപ്പിക്കില്ല. അപ്പോൾ 6:45 അപ്പോൾ നമ്മൾ ഡിന്നർ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ലൈറ്റായിട്ട് ചെറിയൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ചായയും അതോടൊപ്പം എന്താ പനീർ 65. നന്നായിട്ടുണ്ടല്ലേ കാണാൻ, കൂടുതലാണ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ലൈറ്റായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്റ്റാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ, ഡിന്നർ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഏട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കൊള്ളാം, കാണാൻ നന്നായിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ.
അപ്പോൾ ഇതും നല്ല മണം, കാണാനും കൊള്ളാം. ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്യണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോസൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. ഏറ്റവും മീറ്റിങ്ങിലാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. കാരണം ഇന്നലെ 5 മണിക്കൂർ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കാരണം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമായിട്ടൊരു മീറ്റിംഗ് എന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഫുൾ അങ്ങനെ കിടന്നുറങ്ങി. എന്നിട്ട് അപ്പം എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ കോടയൊന്നുമില്ല, അങ്ങോട്ട് ആ മലയുടെ സൈഡിലേക്കാക്കിയിട്ട് ഭയങ്കര കോടയൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ് ട്രെയിനാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഊട്ടിയിൽ നിന്ന് കൂന്നൂർക്ക് പോവും, അതുപോലെ തന്നെ കൂന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്കും വരും. അപ്പോൾ അങ്ങനെ ഒരു ടോയ് ട്രെയിനിൻ്റെ ഒരു ട്രിപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 9:15 കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേഗം കഴിച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ട് 8:15 നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം റെഡി ആവണം. റെഡി ആയിട്ട് നമുക്കിന്ന് ടോയ് ട്രെയിന് പോവാം. അപ്പോൾ ഇന്ന് ഫുള്ള് ടോയ് ട്രെയിനല്ല, നമുക്കൊരു 12 മണി വരെ 12:30 വരെയാണ് അതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈവനിങ് വേറൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു നേച്ചറിൻ്റെ ഒരു അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കണ്ട് തണുപ്പൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് ഇത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിലത്തെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. നല്ല എന്താ പറയുക, ക്യൂട്ടുമാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു എന്താ പറയുക, ബാൽക്കണി പോലത്തെ ഈ ഒരു ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരത്തോട്ട് നല്ലൊരു വ്യൂ ആണ്. ആ ഒരു കോട കയറിയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴുള്ള ആ ഒരു ക്ലൈമറ്റാണ്. ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. നമുക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ ചെറിയൊരു വെയിലത്തൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കാരണം നമുക്ക് ട്രെയിൻ 9:15 അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡൊന്നും നമുക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോണ വഴിക്ക് തന്നെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ദോശയും ചട്നിയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ലേറ്റായി, അപ്പോൾ അതുകൊണ്ടാണ് ഓടുന്നത്. 9:15 നമ്മുടെ ട്രെയിൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സീറ്റ് തപ്പിയിട്ടുള്ള നടത്താണ് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റാണ് സീറ്റ്.
ഞങ്ങളിപ്പോൾ കൂന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഊട്ടി ടു കൂന്നൂർ അതുപോലെ കൂന്നൂർ ടു ഊട്ടി അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ട്രിപ്പ്. അപ്പം ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി കൂന്നൂരിൽ നിന്ന് നമ്മുടെ ഊട്ടിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ടീ ഫാക്ടറിയും ടീ ഗാർഡനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നു. ചെറിയൊരു രീതിയിൽ ചെറിയ യൂണിറ്റ് ആയിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് എന്താ പറയുക ചായയൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്, ചായപ്പൊടിയും പിന്നെന്താ അതെ നല്ല മസാല ടീയും പിന്നെന്തായിരുന്നു ചോക്ലേറ്റ് ടീയും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു. പിന്നെ യുക്കാലി വാങ്ങിച്ചില്ല അല്ലേ, യുക്കാലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു കേട്ടോ, സ്മെല്ല് ചെയ്തിട്ട് നോക്കാൻ വേണ്ടി തന്നു. നന്നായിട്ട് നല്ല സ്മെല്ലായിരുന്നു, നല്ലൊരു കുത്തണ സ്മെല്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കുന്നതും നമുക്ക് കാണിച്ചു തന്നു, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നെ കുറേ ടൈപ്പ് ഓഫ് ഓയിലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓയിൽ ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ടാക്സി അത് വണ്ടി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. വലിയൊരു ടീ ഗാർഡനാണിത്. എന്തിൻ്റെയാണെന്നാ പറഞ്ഞത്? ഹൈഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ ടീ ഗാർഡൻ ആണത്. അവരുടെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മളെ കയറ്റില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കൂന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ നമ്മുടെ ടാക്സിയിൽ. ഇനി നമുക്ക് ഊട്ടിയിലേക്ക് പോകേണ്ട ട്രെയിനാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന അതേ ട്രെയിൻ തന്നെയാണ് കേട്ടോ. ഓരോ ട്രിപ്പിനും ഓരോ ട്രെയിൻ തന്നെയാണ്, അങ്ങനെ മാറി മാറി ഇതാവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ടോയ് ട്രെയിനിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വാഗണറിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ സമയം 1:45. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഊട്ടിയിലത്തെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.